എനിക്ക് തോന്നുന്നത് ഇന്ന് CPIയുടെ ഇത്ര എതിർപ്പ് വരുന്ന സമയത്ത് CPIയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് CPIM ഈ നിലപാട് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഈ പദ്ധതി റദ്ദാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ കഴിയുള്ളൂ. MOU ഒപ്പിട്ടതിന് ശേഷം അത് റദ്ദാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് സാധിക്കുക. പിന്നെ ഒരുമിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ആലോചിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ പദ്ധതി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം ഇത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ. മാത്രമല്ല, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി NEP ഞാൻ പഠിച്ചു, ഞാൻ കൃത്യമായി മനസ്സിലാക്കി, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട സമയത്ത് അതിനെ കൃത്യമായിട്ട് അതിനെ വിവരിക്കുകയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ CPI പോലെയുള്ള സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത്തരം പ്രസ്താവനകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ നിലപാട് സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഇന്ന് ഇളവ് സ്വീകരിക്കണം, ഇളവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിളവാണ് അത് വ്യക്തമാക്കേണ്ട സർക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് CPIയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ CPIയുടെ നിലപാട്, ആ നിലപാട് സംരക്ഷിച്ചു എന്ന് CPIക്ക് പറയണമല്ലോ. അതിനു വേണ്ടിയിട്ട് CPM ചെയ്തു കൊടുക്കുന്ന ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു പദ്ധതിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പിന്മാറാൻ വേണ്ടിയൊന്നും സാധിക്കില്ല. മാത്രമല്ല, ഈ പദ്ധതിയെക്കുറിച്ചിട്ട് കൃത്യമായി മനസ്സിലാക്കി എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ ABVPക്ക് ലെവലേശം സംശയമില്ല. കൃത്യമായിട്ട് ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ABVP വിചാരിക്കുന്നത്. അതല്ല, വിദ്യാർത്ഥി വിരുദ്ധമായി വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ 336 സ്കൂളുകളുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ, നേരത്തെ എങ്ങനെയാണോ കേരളത്തിലെ തെരുവീതികളിൽ ABVP പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ടത്, വഴി നടക്കാൻ പോലും പറ്റാതെ കരിങ്കൊടി കാണിച്ച് എങ്ങനെയാണോ നേരിട്ടത്, അതേപോലെ ABVP മുന്നോട്ട് പോകും. സിലബസ് അടക്കമുള്ള വിഷയങ്ങളിലുള്ള വിട്ടുവീഴ്ച ഉദ്ദേശിച്ചുണ്ടാവുക. സിലബസ് അടക്കമുള്ള കാര്യം നമുക്ക് SCRT തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത് കൃത്യമായി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയവുമില്ല. ഇതിൽ സംശയമുള്ള ഇത്രയാണ്, CPI ഒരു നിലപാട് പറഞ്ഞു, ആ നിലപാടിനെ എങ്ങനെയും സംരക്ഷിക്കണം, അതിനെന്ത് ചെയ്യണം, ഇതാണ് സർക്കാരിന്റെ സംശയം, ഇതാണ് പിണറായി വിജയന്റെ സംശയം. ആ സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിനിടയിൽ CPIയുടെ നിലപാട് സംരക്ഷിച്ചു എന്ന ഒരു കാര്യം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. സിലബസിന്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇത്രയും ദിവസമായി ചർച്ച ചെയ്യുന്നു. ആ സമയത്തെല്ലാം ഇത് വ്യക്തമായിട്ടുള്ളതാണ്, പൊതുസമൂഹത്തിനൊക്കെ വ്യക്തമായിട്ടുള്ള. ആകെ അതിനകത്ത് അതിന്റെ സ്ട്രക്ചർ മാറുന്നു, വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നു, ക്ലാസ് റൂമുകളിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതിലൊരു വ്യക്തത കുറവുമില്ല. ഇതിപ്പോൾ നിലപാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ LDFന്റെ ഭാഗമായിട്ടുള്ള കാർഷിക സർവകലാശാലയിൽ ഒരു സമരം നടക്കുന്ന സമയത്ത് ഈ ജലപീരങ്കി അടിക്കുമ്പോൾ വെള്ളം വരുമല്ലോ, ആ വെള്ളത്തെങ്കിലും തടഞ്ഞു നിർത്തണം. അതിന് വേണ്ടിയിട്ട് LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് ആ പോലീസിന് ഷീൽഡ് മേടിച്ചിട്ട് പോയി നിൽക്കുക, വെള്ളം കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെയാണ് തോന്നുന്നത്, ഒരു ഷീൽഡ് എന്നുള്ള രീതിയിൽ ഈ നിലപാടിനെ സംരക്ഷിക്കാൻ വേണ്ടി, നിലപാട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡുമായിട്ട് സർക്കാർ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.